ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ സോളമൻ രാജാവ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സോളമൻ രാജാവ് ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ദൈവത്തോട് ചോദിച്ചില്ല. ചോദിച്ചത് ഇതാണ്: ജനത്തെ വിവേകത്തോടെ ഭരിക്കുന്നതിനാവശ്യമായ ജ്ഞാനം എനിക്ക് നൽകണമേ. ദൈവം ഈ പ്രാർത്ഥനയിൽ സംപ്രീതനായി. സോളമന് അതിരറ്റ ജ്ഞാനം നൽകി, കൂടെ മറ്റെല്ലാ ഭൗതിക നന്മകളും നൽകി. ജ്ഞാനം ആരംഭത്തിൽ ദൈവത്തോടൊത്തായിരിക്കുകയും ലോകസൃഷ്ടി നടത്തുകയും ചെയ്ത ദൈവശക്തിയാണ് എന്ന ദൈവവചനം ജ്ഞാനം 9:1 സോളമൻ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട് എന്ന ജ്ഞാനം 8:5 അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. പ്രാർത്ഥനയുടെ ഫലമോ? ദൈവം സോളമനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. സമ്പത്തിലും വിജ്ഞാനത്തിലും സോളമനെ മറികടക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ.